നമസ്കാരം. ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യ പുനെ ഓഫീസിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ മലയാളി ജീവനക്കാരി അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ പുത്തൻ വഴിത്തിരിവുമായി സുഹൃത്ത് ആൻമേരിയുടെ വെളിപ്പെടുത്തൽ. ജോലി സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ ഹൃദയാഘാതം മൂലമാണ് അന്ന മരണപ്പെട്ടത് എന്ന ആരോപണം കടുത്ത സാഹചര്യത്തിലാണ് ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിൽ തൊഴിൽ സമ്മർദ്ദം കാരണം ജോലി ഉപേക്ഷിക്കാനോ നാട്ടിലേക്ക് സ്ഥലം മാറ്റം വാങ്ങാനോ അന്ന സെബാസ്റ്റ്യൻ ആലോചിച്ചിരുന്നതായി സുഹൃത്ത് ആൻമേരി ടെലിവിഷൻ ചാനലിനോട് വെളിപ്പെടുത്തലുമായി രംഗത്തു വന്നത്. പുതിയ കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ ഇരയാണ് തന്റെ മകളെന്ന് കാട്ടി കമ്പനിക്ക് അന്നയുടെ അമ്മ അയച്ച കത്ത് പുറത്തു വന്നതോടെയാണ് വിഷയം സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായത്. രാജ്യവ്യാപകമായി തന്നെ വലിയ ഒച്ചപ്പാടാണ് മരണത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. അന്നയ്ക്ക് ജോലി സ്ഥലത്ത് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ഇക്കാര്യം ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ശനി ഞായർ ദിവസങ്ങളിലും ജോലിക്ക് പോകണം. രാവിലെ 6 മണിക്ക് ഓഫീസിലേക്ക് എത്തണം. രാത്രി 12-1 മണി സമയത്തെല്ലാമാണ് തിരികെ എത്തുന്നത്. ഇടവേള പോലും ഉണ്ടായിരുന്നില്ല. അന്ന വീട്ടിലേക്ക് വരാനിരിക്കെയാണ് മരണമുണ്ടാകുന്നത്. വീട്ടിലെത്തിക്കഴിഞ്ഞ് വർക്ക് ഫ്രം ഹോം ചോദിക്കാമെന്ന് അന്ന കരുതിയിരുന്നു. അതിനുശേഷം കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങാമെന്നും കരുതി. തീരെ പറ്റാത്ത അവസ്ഥയെങ്കിൽ ജോലി ഉപേക്ഷിക്കാമെന്നും വിചാരിച്ചിരുന്നു. മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് നെഞ്ചുവേദന വന്നു. അന്ന് തനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പണിയെടുത്ത് നെഞ്ചുവേദന വന്നുവെന്ന് അന്ന പറഞ്ഞിരുന്നു. സ്ട്രെസ് കാരണമുള്ള നെഞ്ചുവേദനയാണ്. ഡോക്ടറും ഇത് ശരിവെച്ചു. ഫുഡ് ശരിയായി കഴിക്കുന്നില്ല, ഉറക്കമില്ല, ഇതെല്ലാം കാരണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അപ്പോഴും തൊഴിൽ സമ്മർദ്ദത്തെക്കുറിച്ച് അന്ന പറഞ്ഞിരുന്നുവെന്നാണ് സുഹൃത്ത് ആൻമേരിയുടെ വെളിപ്പെടുത്തൽ. മരിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് വിളിച്ച് സംസാരിച്ചപ്പോഴും ജോലിയിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തന്നോട് പറഞ്ഞിരുന്നെന്നും അന്നയുടെ സ്കൂൾ കാലം മുതലുള്ള സഹപാഠിയായ ആൻമേരി പറയുന്നു. അതിനിടെ അന്ന സെബാസ്റ്റ്യന്റെ കുഴഞ്ഞുവീണ മരണത്തിന് പിന്നാലെ കമ്പനിയെ പ്രതിരോധത്തിലാക്കി സ്ഥാപന ജീവനക്കാരുടെ ഇമെയിൽ സന്ദേശവും പുറത്തു വന്നിരുന്നു. അന്നയുടെ മരണത്തിന് കാരണം ജോലിഭാരവും ഓഫീസിലെ സമ്മർദ്ദവും എന്ന മാതാപിതാക്കളുടെ ആരോപണം തള്ളി കമ്പനി ചെയർമാൻ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കമ്പനിയിലെ തന്നെ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ. ഇവേ കമ്പനിയിലെ ജീവനക്കാരി നസീറ കാസി കമ്പനി ചെയർമാൻ അയച്ച ഇമെയിൽ തൊഴിൽ സമ്മർദ്ദം ഇവയിൽ നിരന്തര സംഭവമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരാതി പറഞ്ഞാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും നസീറ കാസി വ്യക്തമാക്കുന്നുണ്ട്. ഇനിയൊരു അന്ന ഉണ്ടാകും മുമ്പ് നടപടി വേണമെന്നും ജീവനക്കാരി ആവശ്യപ്പെട്ടു. അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ ചെയർമാൻ രാജീവ് മെമാനി ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിന് മറുപടിയായിട്ടായിരുന്നു ജീവനക്കാരുടെ ഇമെയിൽ സന്ദേശം. കുഴഞ്ഞു വീണതിനെ തുടർന്ന് മരിച്ച കൊച്ചി കങ്ങരപ്പടി സ്വദേശി അന്ന സെബാസ്റ്റ്യന്റെ അമ്മ കമ്പനി മേധാവിക്ക് അയച്ച കത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. അമിത ജോലിഭാരമാണ് മകളുടെ മരണകാരണം എന്നായിരുന്നു അമ്മ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഈ ആരോപണം കമ്പനി പാടെ തള്ളിക്കളഞ്ഞു. തങ്ങളുടെ ജീവനക്കാർ കഠിനാധ്വാനം ചെയ്യണമെന്നതിൽ സംശയമില്ല എന്നും 4 മാസമേ അന്ന തങ്ങളോടൊപ്പം ജോലി ചെയ്തിട്ടുള്ളൂ എന്നും മറ്റേതൊരു ജീവനക്കാരനെയും പോലെ അവൾക്ക് ജോലി അനുവദിക്കുകയും ജോലി സമ്മർദ്ദം അവളുടെ ജീവനെടുക്കുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുമായിരുന്നു രാജീവ് മെമാനിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ കമ്പനി ചെയർമാന്റെ അവകാശവാദങ്ങൾ കാറ്റിൽ പറത്തുന്നവയാണ് ഇവേ കമ്പനിയിലെ ജീവനക്കാരി നസീറ കാസിയുടെ ഇമെയിലും അന്നയുടെ സുഹൃത്തിന്റെ വെളിപ്പെടുത്തലും.